കരുണാനിധിയെ കാൽവരിയൻ്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കൃപായകേണം കൃപാനിധിയെ 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 കൃപായകേണം കൃപാനിധിയെ 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 മുൻപേ പോയാ നിൻ പിൻപേ മീപ്പ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയൻ്റെ നീ മാത്രമാണ് എനിക്കാധാരം. നീ മാത്രമാണ് എനിക്കാധാരം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 15-16 വാക്യങ്ങൾ ആണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാതിരിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഓർപ്പിച്ച് ഉണർത്തുന്ന വിഷയമാണ് നമ്മളവിടെ കാണുവാനിടയാകുന്നത്. എൻ്റെ 12-ാം വാക്യം അതിൽ കാണുമ്പോൾ മുമ്പേ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് താൻ തന്നെ അവിടെ വെളിപ്പെടുത്തുകയാണ്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികൾ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാതിരിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിലൂടെ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾക്ക് വളരെ ശ്രദ്ധേയമാണ്. പലർക്കും പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർപ്പിക്കാനോ അല്ലെങ്കിൽ അവർ നടന്ന വഴികളെക്കുറിച്ച് പറയുവാനോ ഇന്നും വിമുഖത കാണിക്കുന്നവരാണ്. എന്നാൽ പൗലോസ് പറയാണ്, ഞാൻ എന്തായിരുന്നു? ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു. എന്നാൽ പൗലോസ് തന്നെ പറയാണ്, അവിശ്വാസത്താൽ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ദൈവത്തിൻ്റെ കരുണയും ദയയും വിശ്വസ്തയാണ് നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നതെന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ പോവുകയാണ്. പൗലോസ് ദമസ്കോസിൻ്റെ പടിവാതിൽ ക്രിസ്ത്യാനിയെ ഒടുക്കുവാനായിട്ട് കടന്നുപോയ സാഹചര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവിടെ വെച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു ചെന്നായെ പോലെ ദമസ്കോസിലേക്ക് കടന്നുപോയ ശൗല് ഒരു കുഞ്ഞാടായിട്ട് മടങ്ങി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ കരുണ ഓരോ മനുഷ്യനോടും എത്ര വലുതാണ്. നമ്മൾ എത്ര പാപികളായിരുന്നാലും, അതാണ് ദൈവവചനത്തിൽ പറഞ്ഞ്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വെറുതെയല്ല. ഏതെല്ലാം രീതിയിലുള്ള നിഷ്ഠൂരത്വം ചെയ്തവരായാലും പാപികളായിരുന്നാലും അവർക്ക് കൃപ കൊടുത്ത് കരുണ ലഭിപ്പിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് മുഖത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി തീരുവാൻ ഗുണം അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് പ്രവൃത്തി ചെയ്തവരൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും അനേകരെ അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന് പ്രയോജനമുള്ളവരെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം ഏതെല്ലാം രീതിയിലുള്ള ആണെങ്കിലും അവരെ മടക്കി കൊണ്ടുവന്ന് ഈ ദൈവകൃപയിൽ ആക്കി തീർക്കും, ദൈവത്തിൻ്റെ സാക്ഷികളായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.
മഹാരാജാക്കന്മാരുടെ മുമ്പിലും ജാതികളുടെ മുമ്പിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ നിൽക്കണം. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നിൽക്കണം. പൗലോസിനെ ദൈവം മുന്നമേ കണ്ടതിനാലാണ് അവൻ എത്ര നിഷ്ഠൂരനായിരുന്നാലും അവൻ എത്ര ദോഷിയായിരുന്നാലും ദൈവം അവനെ തിരഞ്ഞെടുത്ത് അവനെ വീണ്ടെടുത്ത് രക്ഷിച്ചെടുത്ത് എന്ന് നാം അറിയാതെ ഇരിക്കരുത്. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് നമ്മൾ ലജ്ജിച്ചു പോകാനേ സാധ്യതയുള്ളൂ. എന്നാൽ നമുക്കോരോരുത്തർക്കും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വിശ്വസ്തയാലും നമ്മൾ നിലനിൽക്കുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച ആ കരുണ, നമുക്ക് ലഭിച്ച ആ വലിയ കൃപ എന്തെന്ന് മനസ്സിലാക്കിയുണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എവിടെയും പോയി സാക്ഷികളായിരിക്കാൻ നിൽക്കണം. സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ, ലജ്ജിക്കാത്ത സാക്ഷികളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എവിടെയും പോയി പ്രസംഗിപ്പാൻ, എവിടെയും പോയി സാക്ഷിപ്പാൻ നിൽക്കണം. പൗലോസിനെ ബലപ്പെടുത്തിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ പാപിയായ പൗലോസിന് പറഞ്ഞ ആ പാപികൾ ഞാൻ ഒന്നാമനായിരുന്നു. ആര് ദൈവസന്നിധി തൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നോ അവർക്ക് വേണ്ടി കരുണ ചെയ്ത് അവരെ ദയ അണിയിപ്പിച്ച് കൃപ അണിയിപ്പിച്ച് അവരെ ദൈവം തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി യോഗ്യരാക്കി തീർക്കും. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ കുറവശങ്ങളെ കണ്ട് നമ്മൾ പിന്മാറിപ്പോകാനല്ല, വിശ്വാസത്താൽ എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നോട് കരുണ കാണിക്കുന്നുള്ള ആ വലിയ വിശ്വാസത്തോടുകൂടി മുന്നേറുവാൻ തുടങ്ങുന്ന സർവശക്തനായ കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രസാദവും ദൈവത്തിൻ്റെ കരുണയും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.